ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കബീറിനെയും കുടുംബത്തിനെയും അവസാനമായി ഒരു നോക്ക് കാണാൻ ചെറുതുരുത്തി പുതുശ്ശേരിയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. നാട്ടുകാർ കണ്ണീർ പ്രണാമം അർപ്പിച്ചു. 4 പേരുടെയും മൃതദേഹം വെട്ടിക്കാട്ടിരി ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. ഭാരതപ്പുഴ പൈങ്കുളം ശ്മശാനം കടവിലാണ് വ്യാഴാഴ്ച 5 മണിയോടെ ഒരു കുടുംബത്തിലെ 4 പേർ മുങ്ങി മരിച്ചത്. ചെറുതുരുത്തി ബേക്കറി കട നടത്തുന്ന ഓടയ്ക്കൽ ഉമ്മർ മകൻ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകൾ സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനീം എന്നിവരുടെ മൃതദേഹം സഹോദരനായ ചെറുതുരുത്തി അഷ്റഫിന്റെ വീട്ടിലെത്തിച്ചു. പ്രിയ കൂട്ടുകാരന്റെയും കുടുംബത്തിന്റെയും വിയോഗം താങ്ങാൻ കഴിയാതെ സുഹൃത്തുക്കളും. സഹപാഠിയെ ഒരു നോക്കു കാണാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് കാത്തുനിന്നത്. 4 ആംബുലൻസുകളിലായി എത്തിയ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയും കബീറിന്റെയും ഭാര്യയുടെയും മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ ചേതനയറ്റ മാതാപിതാക്കളുടെയും താത്തയുടെയും മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരയുന്ന 2 കുരുന്നു മക്കളെ കണ്ട കാഴ്ച ഏവരെയും കണ്ണീരിലാഴ്ത്തി. തുടർന്ന് 2 മണിയോടെ കബീറിന്റെയും ഭാര്യയുടെയും മകളുടെയും മൃതദേഹം വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. മേപ്പാടത്തുള്ള ഷാഹിനയുടെ സഹോദരിയുടെ മകന്റെ മൃതദേഹം ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഖബറടക്കം നടത്തി. പാഞ്ഞാൾ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പൈങ്കുളം ശ്മശാനം കടവിൽ പുഴ കാണുവാൻ കുടുംബക്കാരുമൊത്ത് എത്തിയതായിരുന്നു ഇവർ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനു സമീപം സറ ബേക്കറി കട നടത്തുകയായിരുന്ന ഓടയ്ക്കൽ ഉമ്മർ മകൻ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകൾ സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനീം എന്നിവരാണ് മരണപ്പെട്ടത്. സറ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചേലക്കര മേപ്പാടം ആന്ത്രോട്ടിൽ ജാഫർ, ഷഫാന ദമ്പതികളുടെ മകൻ ഫുവാദ് സനീം പങ്ങരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.